അല്ല സൈനാത്ത, സലാമും മക്കളൊക്കെ വരികയെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തോ ഒരു ഒരുക്കങ്ങളും കാണാത്തത്? വരണത് ബംബായിന്നല്ലേ, ദുബായിന്നൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ബംബായി പോയി നിൽക്കണ്ട വല്ല കാര്യമുണ്ടോ ഓന്? എല്ലാരെയും വിചാരേ ഓൻ അവിടെ നയിച്ചത് മുഴുവൻ ഇങ്ങോട്ടയക്ക, ഞാനത് കസേരയിൽ ഞെളിഞ്ഞിരുന്ന് തിന്നാന്നാ. മാസത്തിൽ 1000-2000 അയക്കും. അതെ, ഇവിടെ അരി വാങ്ങാൻ തന്നെ തികയൂല. ഏതായാലും മൂത്തോനേക്കാളും നന്നു. അല്ല, സാധാരണ സ്കൂള് പൂട്ടുമ്പോഴല്ലേ ഓലൊക്കെ വരാറ്, ഇപ്പൊ എന്തത്ര പെട്ടെന്ന്? അതൊക്കെ വരും. പെറ്റതള്ള സുഖമില്ലാതെ കിടന്നപ്പോ വന്നു നോക്കാത്തോനാ. ഇപ്പൊ ഈ ഓടിവരം എന്താന്നറിയോ? അമ്മോശനെ അജ്ജിന് പറഞ്ഞയക്കാത്തോണ്ടേ ഓനക്ക് അവിടെ ഇരിപ്പുറക്കണില്ല. സംഗതി ഇന്റെ ആങ്ങളെയാന്നൊക്കെ ശരിയാ. പക്ഷെങ്കിലേ അവനാ നയിച്ച പൈസ കൊണ്ടാ അജ്ജ് ചെയ്യേണ്ടത്, അല്ലാതെ മരുവാന്റെ പൈസ വാങ്ങിയിട്ടല്ല. അല്ലെങ്കിൽ എന്റെ സലാമിനെ പറഞ്ഞാ പോരെ, ഒരു പെങ്കാന്തൻ. അതൊക്കെ ഒരു പാവാ. അവിടെ കാര്യങ്ങളൊക്കെ ആ മാളുമാത്തന്റെ കയ്യിലല്ലേ. ഈ അങ്ങനെ ഓനെ സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട, എനിക്കറിയാം എന്റെ ആങ്ങളാന്. അല്ല സൈനാത്ത, ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് കരുതും, നിങ്ങള് അതൊക്കെ കീരിയും പാമ്പും പോലെയാ. എന്നിട്ട് നിങ്ങളുടെ സലാമിനെ കൊണ്ട് അദുക്കാന്റെ ബുഷറാനെ കെട്ടിച്ചത് എങ്ങനെയാ? അതൊക്കെ വലിയ കഥയാണ് മറിയ. എന്നോട് പറയാൻ പറ്റാത്ത കഥയാണെങ്കി പറയണ്ട. അതുകൊണ്ടല്ല, തെറ്റാനുള്ള കാരണം ചോദിച്ചാ ഞാനിപ്പോ എന്താ പറയാ. അതങ്ങനെയൊക്കെ ആയി. ഇന്റെ സലാമിന്റെ കല്യാണം വരെ ഞങ്ങള് തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. സലാമും ബുഷറയും തമ്മിലുള്ള കല്യാണം ഞാനും ഉക്കൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചതായിരുന്നു. സലാമിന്റെ ഉപ്പ മരിച്ചതോടെ ഉപ്പാന്റെ കൂട്ടക്കാർക്കൊന്നും ആ ബന്ധത്തോട് താല്പര്യമില്ലാണ്ടായി. എന്നാലും എന്റെ ആങ്ങളാന്റെ കഷ്ടപ്പാട് കണ്ട് ഞാൻ നിർബന്ധിച്ചപ്പോ എല്ലാരും ഒരുവിധം സമ്മതിച്ചു. അവസാനം കല്യാണം കഴിഞ്ഞപ്പോ എന്തായി? കിട്ടാനുള്ളത് കിട്ടിയതുമില്ല, ചോദിച്ച് ഞാൻ കണ്ണിച്ചോറില്ലാത്തോളും ആയി. പിന്നെ എന്നെ കണ്ടുടാണ്ടും ആയി. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ, കാര്യം കഴിഞ്ഞ ആങ്ങളെയാണെങ്കിലും ബാപ്പയാണെങ്കിലും ഒക്കെ തിരിഞ്ഞു കുത്തും. അല്ലെങ്കിൽ എത്ര പോവും പൊന്നും 1000 ഉറുപ്പിയൊക്കെ കിട്ടേണ്ടത് നിങ്ങളെ സലാമിന്. ഒന്നുമില്ലെങ്കിൽ ഓ കോളേജിലൊക്കെ പഠിച്ചതല്ലേ. പണ്ടോ പണം പോട്ടെ മറിയാ, ഇത്രയും കാലായിട്ട് ഓരെടങ്ങ ഈ ചക്കക്കുരു കൊണ്ടുതിരിക്കണോടുന്ന്. വർത്താനം പറഞ്ഞ് നേരം കൊറേ ആയി, ഞാൻ ഇറങ്ങാ. സൈനാത്ത, ഒരു 100 ഉറുപ്പിക ഉണ്ടെങ്കിൽ തരി, ഞാൻ അടുത്ത ആഴ്ച കുറിയിട്ടിട്ട് അങ്ങോട്ട് തരാം. ഈ കഴിഞ്ഞ മാസം വാങ്ങിയൊരു 200 ഉറുപ്പിക കൊണ്ട് തരാൻ മറന്നാ? മറക്ക് ഞാനോ? അതൊക്കെ ദാ ഇവിടെ ഉണ്ട്. ഉണ്ടോന്ന് നോക്കട്ടെ. ഇന്നാ അപ്പോ 300. ഓർമ്മ വേണം. അടുത്ത ആഴ്ച കുറി എനിക്കെന്നെ കിട്ടാൻ ദുആ ഇറക്കി സൈനാത്ത. ഇനിയിപ്പൊ ഞാൻ അതിനും ദോഹരക്കണം.